ഈ സമയത്ത് നമ്മൾ പ്രധാനമായും നമ്മൾ ധ്യാനിക്കുക മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനമാണ്. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവർ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളും ആയിരുന്നു. വിവേകശൂന്യർ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പ് വിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരും എന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഈശോ മിശിഹായുടെ രണ്ടാമത്തെ ആഗമനവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തനം, വലിയൊരു സൗഖ്യത്തിൻ്റെ ശക്തി കർത്താവ് ഒരു വ്യക്തിയിലേക്ക് ഒഴുക്കിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കേട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജിൻസ് ആൻഡ് സൗമ്യ എന്ന് പറയുന്ന ഒരു കുടുംബമാണ് ആ സാക്ഷ്യം എഴുതിയത്. എൻ്റെ പേര് ജിൻസ്. എൻ്റെ മകൻ ജെറോന് 2.5 വയസ്സ് കഴിഞ്ഞിട്ടും നടക്കാനോ ഓടാനോ ബുദ്ധിമുട്ടായിരുന്നു. അവൻ ഇഴഞ്ഞാണ് നടന്നിരുന്നത്. നടക്കാൻ ശ്രമിക്കുമ്പോൾ കാലുകൾ തമ്മിൽ തട്ടി വീഴുമായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇടത് കാൽമുട്ടിൻ്റെ അസ്ഥി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ വിഷമസന്ധിയിൽ ഞങ്ങൾ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വരാമെന്നും സാക്ഷ്യപ്പെടുത്താമെന്നും നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ആദ്യ ശനിയാഴ്ച കുഞ്ഞിനെ കൊണ്ട് മരിയനിൽ വന്ന് കൃപാഭിഷേക ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുകയും പരിശുദ്ധ റോസാ മിശിഹ മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവമേ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ ആരാധനയിൽ അച്ഛൻ രോഗപീഠകളെയും പൈശാചിക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തോടെ ഞങ്ങൾ ദൈവത്തോട് കേണപേക്ഷിച്ചു, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ സമയത്തങ്ങ് സുഖപ്പെടുത്തണമേ എന്ന്. ആ സമയത്ത് കർത്താവിൻ്റെ ശക്തി ആ കുഞ്ഞിലേക്ക് ചൊരിയപ്പെടുകയും ആ നിമിഷം കുഞ്ഞിൻ്റെ കാലിലെ അസ്ഥി പുറത്തേക്ക് തള്ളി നിന്ന് അസ്ഥി സുഖപ്പെടുകയും കാല് സാധാരണ കാല് പോലെ ആയിത്തീരുകയും ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാലിനിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്നും ഓപ്പറേഷൻ വേണ്ടെന്നും പറഞ്ഞു. ആ കുഞ്ഞ് നടക്കുവാനും തുടങ്ങി. ദൈവത്തിന് കൊടാനുകൂടി നന്ദി. ഇവിടെ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഇത് കൃപയാണ്, ദൈവം സൗജന്യമായി കൊടുക്കുന്ന സംഭവമാണ്. ഈ തളർന്നു കിടക്കുന്ന മക്കളെയൊക്കെ കർത്താവ് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അവരോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം വിശ്വാസം, അതായത് സഭയിലെ ഏറ്റവും വലിയ വിശ്വാസമാണല്ലോ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ സർവശക്തനായ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവശക്തനായ ഈശോയുടെ സാന്നിധ്യം സഭാ കുടുംബത്തിൽ വെളിപ്പെടുന്ന നിമിഷമാണ് ഇത്തരത്തിലുള്ള മിറക്കിളുകൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കുക. കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. മനുഷ്യരും എല്ലാവരും ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തുള്ള മനുഷ്യൻ്റെ എല്ലാ ശക്തികളിലും പരാജയപ്പെടുന്നിടത്ത് അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. അത് ചിലത് നന്നായിട്ട് വിശ്വസിക്കുന്ന മക്കൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിയാൻ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇന്നും ഈശോ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഈശോ നമ്മുടെ മധ്യത്തിലൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ശുശ്രൂഷ കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഈശോ വരുന്നുണ്ട്. അത് വരുമ്പോൾ അത് വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ ഈ ആത്മീയ ഭവനത്തിൽ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ആ കർത്താവിൻ്റെ ശക്തി, അല്ലാതെ എൻ്റെ കഴിവല്ല, ഞാനതൊന്നുമല്ല, ഈശോയാണ് പ്രവർത്തിക്കുന്നത്. ഈശോ ഇന്നും വരുന്നത്. ഈശോ ജീവിക്കുന്ന അന്ന് വർഷങ്ങൾ
അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലൂടെ പോയവൻ, ഗലീലയിലൂടെ യാത്ര ചെയ്തവൻ, കഫർനാഹൂമിലൂടെ യാത്ര ചെയ്ത കർത്താവ്, ആ കർത്താവ് തന്നെ, ആ കർത്താവ് ആത്മാവിലൂടെ അരൂപിയിൽ നമ്മുടെ നടുവിലൂടെ നടന്നു പോകുന്നുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ഈ വചനമൊക്കെ പ്രസംഗിക്കപ്പെടുമ്പോഴും വചനം കേൾക്കുമ്പോഴും നമ്മുടെ അടുക്കൽ ഈശോ വരുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കണം. അതാണ് ഫെയ്ത്ത്. അതാണ് തോമാസ് ശ്ലീഹയോട് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 20:28-29 വചനം. തോമാസ് ശ്ലീഹ ഏറ്റു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അവിടെ ഈശോ പറഞ്ഞു, തോമാ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചു. എങ്ങനെ കാണാതെ വിശ്വസിക്കുന്നത്? എൻ്റെ ഈ ശരീരത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് അത് കാണില്ല, പക്ഷേ ഞാൻ വചനം വിശ്വസിക്കുക. വചനത്തിൽ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. അവനെ അനുഭവിക്കാൻ വേണ്ടി ഞാൻ എളിമപ്പെടുകയും അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥതയും അഹങ്കാരമൊക്കെ മാറ്റിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കർത്താവിൻ്റെ ശക്തി എന്നിലേക്ക് ഒഴുകപ്പെടും, സൗഖ്യവും വിടുതലും സംഭവിക്കും. ഈ സമയങ്ങളിൽ ലോകത്ത് ആരെല്ലാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം സൗഖ്യങ്ങൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് 10 കന്യകളുടെ ഉപമയാണ്. 10 കന്യകകളിൽ 5 കന്യകൾക്ക് വിവേകമുണ്ടായിരുന്നു, 5 പേർക്ക് വിവേകമില്ലായിരുന്നു പറഞ്ഞു. അവർ പാത്രങ്ങൾ കരുതി, പക്ഷെ എണ്ണ കരുതുന്നില്ല. പാത്രങ്ങൾ കരുതുന്നു, എണ്ണ കരുതുന്നില്ല. 5 പേര് എണ്ണ കരുതുന്നു, 5 പേര് എണ്ണ കരുതുന്നില്ല. അവർ പറയാൻ കാരണം, അവർ മണവാളം വരുമ്പോൾ ആകട്ടെ നമുക്ക് എണ്ണയൊക്കെ വാങ്ങിക്കാം, നമുക്ക് ഒരുങ്ങാം, എന്നിട്ട് സ്വീകരിക്കാം. അങ്ങനെ അപ്പോൾ അതിനുശേഷം രാത്രിയായി, എല്ലാവരും ഉറക്കത്തിലായി. അപ്പം അങ്ങനെ 10 പേരും കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന സമയത്താണ് ആർപ്പുവിളി ഉണ്ടായി, ഇതാ മണവാളൻ വരുന്നു. ഈ വിളി കേട്ട ഉടനെ ആളുകളെല്ലാം എഴുന്നേറ്റു, 10 കന്യകൾ എഴുന്നേറ്റു. അപ്പോൾ എണ്ണ കരുതിയവർ ഉടനെ തിരിതെളിച്ച് മണവാളിനെ എതിരേൽക്കാനായിട്ട് പുറപ്പെട്ടു. ആ എണ്ണ കരുതിയവർ അതുമായിട്ട് അപ്പോഴത്തേക്ക് മണവാളം വന്നു. അവർ 5 പേര് മണവാളിനെയും കൂട്ടിക്കൊണ്ട് അവർ മണവറയിൽ പ്രവേശിക്കുന്നു എന്ന് പറയും. 5 പേരെന്ത് ചെയ്തു? അവർ എണ്ണയില്ല, അവർക്ക് തിരിതെളിച്ചിട്ടില്ല. ഉടനെ അവർ എണ്ണ വാങ്ങിക്കാൻ വേണ്ടി അവർ ഓടുക. അവർ എണ്ണയുള്ള കൂടെയുള്ളവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കില്ലാതെ പോകും, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതുമായിട്ട് പോകുക, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി പേടി. അവർ പോയി കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ട് എണ്ണ വാങ്ങിക്കൊണ്ട് വരികയാണ്. എണ്ണയും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും മണവാളനകത്ത് പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് അവർ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്, കർത്താവേ, കർത്താവേ. അതാണ് വചനം പറയുന്നത്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് അവർ കേണപേക്ഷിച്ചു. അപ്പോൾ അകത്ത് നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ നിങ്ങളെ അറിയില്ല, ഞാൻ നിങ്ങളെ അറിയത്തില്ലെന്ന് പറയാം. അപ്പോൾ എന്തൊരു സംഭവം, വലിയൊരു സംഭവം. ദൈവത്തെ അറിഞ്ഞ് അവിടെ ഒരു തിരസ്കരിക്കപ്പെടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വർഷങ്ങൾ നമ്മൾ ദൈവകരുണയുടെ വർഷമായിട്ട് അനുഭവിക്കുക. കരുണയുടെ വർഷം തീർച്ചയായിട്ടും വലിയൊരു സംഭവം. കരുണയുടെ വാതിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുകയാണ് ഈ വർഷം. അനേകരെ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് സഭയിലേക്ക് കയറി വരുന്ന സമയം, അനേകർക്ക് കർത്താവിൻ്റെ കരുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സമയമാണിത്. ഒത്തിരി മക്കൾ ഇന്ന് പ്രാർത്ഥിക്കുകയും ദേവാലയങ്ങളിൽ പോവുകയും കർത്താവിൻ്റെ കരുണയുടെ വാതിലൂടെയൊക്കെ കയറുകയും അവനെ പശ്ചാത്തപിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ഇടയിലൊരു തെറ്റായ ബോധ്യം കയറി വരുന്നുണ്ടായിരിക്കും, ദൈവം കരുണ കാണിക്കുന്നതാണ്, അതുകൊണ്ട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല, സാരമില്ല, ദൈവം കാരുണ്യവാനാണ്. ലോകം മുഴുവൻ തന്നെ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ തെറ്റായ ബോധ്യം, ദൈവം കാരുണ്യവാൻ, അതുകൊണ്ട് ഏത് തെറ്റ് ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ദൈവം കരുണ കാണിച്ചു, ആരെ കൊന്നാലും എന്ത് കാണിച്ചാലും ഒന്നും കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ 100% തെറ്റായ ബോധ്യമാണിത്. സുവിശേഷത്തിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യമുണ്ട്, ആരോടാണ് ദൈവം കരുണ കാണിക്കുന്നത്? കരുണ ഒഴുക്കി കൊടുക്കുന്ന ആർക്കാണ്? അനുതപിക്കുന്ന പാപിയോട് ദൈവം കരുണ കാണിക്കുന്നു, പശ്ചാത്തപിക്കുന്ന പാപിയോട് ദൈവം കരുണ കാണിക്കുന്നു. ചുങ്കക്കാരൻ വന്നിട്ട്, ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ഞാനത് തിരുത്തുന്നു, ഞാൻ മനസ്തപിക്കുന്നു, ഇനി മേലെ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു വരുന്ന വ്യക്തിയോടാണ് കരുണ കാണിക്കുക. സഭ പോലും കുമ്പസാരമെന്ന് കൂദാശ വയ്ക്കുമ്പോൾ, കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ഇരിക്കുന്നതുകൊണ്ട് ഓടിച്ചെന്നിട്ട് മുട്ടുകുത്തിയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ ഉടനെ അത് പാപമോചനം കിട്ടും. സഭ പഠിപ്പിക്കുക. സഭ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ മഹാകാരുണ്യം നിങ്ങളിലേക്ക് ഒഴുകി വരികയുള്ളൂ. ഒന്ന്, പാപങ്ങളെ ഓർത്ത് നിങ്ങൾ പാപങ്ങളെല്ലാം ക്രമമായിട്ട് നിങ്ങൾ ഓർമ്മിക്കണം, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം, മേൽ പാപം ചെയ്യില്ലെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, ചെയ്തുപോയ മാരക പാപങ്ങൾ വൈദികനെ അറിയിക്കണം, വൈദികൻ നിശ്ചയിച്ചിരുന്ന പ്രാശ്ചിത്തം നിർവഹിക്കണം എന്ന് അത്രയും കാര്യം. അവിടെ ചെയ്തുപോയ പാപങ്ങളോട് പശ്ചാത്തപിക്കണം, മേൽ പാപം ചെയ്യൽ പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ കരുണയിൽ അങ്ങനെ മാനസാന്തരപ്പെട്ട് വരുമ്പോഴാണ് പാപമോചനം എന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന പാപിക്കാണ്.
അപ്പോൾ അവൻ എത്ര വലിയ പാപിയായാലും തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് അവന് അനുതാപമുണ്ടായാൽ, പാപബോധമുണ്ടായാൽ, പശ്ചാത്താപമുണ്ടായാൽ, അങ്ങ് തിരിച്ചു വന്നാൽ ദൈവനോട് കണക്ക് ചോദിക്കാതെ നിരുപാധികം ദൈവനോട് ക്ഷമിച്ച് ദൈവനോട് കരുണ കാണിക്കുകയും കൃപയൊഴുക്കി കൊടുത്ത് അവനെ വീണ്ടെടുക്കുകയും ചെയ്യും. ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ പോലും അതുതന്നെയാണ്. ധൂർത്തപുത്രൻ, അതായത് ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 24 വരെയുള്ള വചനം വായിക്കുമ്പോൾ ആ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പനെ ഉപേക്ഷിച്ച് ഇവൻ പോവുകയാണ്. അപ്പൻ കൊടുത്ത് അപ്പൻ്റെ സ്വത്തൊക്കെ വാങ്ങിയിട്ട് അവൻ പോകുന്നു. പോയിട്ട് അവന് മാരക പാപത്ത് ചെയ്യുന്നു. അവന് ദൈവം കൊടുത്തതെല്ലാം നശിപ്പിക്കുന്നു. അവൻ വേശ്യകളുടെ കൂടെ ജീവിക്കുന്നു, മദ്യപിച്ച് ജീവിക്കുന്നു, പണം ദൂർത്തടിച്ച് ജീവിക്കുന്നു, എല്ലാം തിരസ്കരിച്ച് ജീവിക്കുന്നു. അങ്ങനെ അവസാനം അവന് ദാരിദ്ര്യമുണ്ടായി, കൊടിയ വിപത്തിലാകുന്നു. അവന് ആ ദേശത്തൊരു പൗരൻ്റെ അടുത്ത് പോയി അഭയം പ്രാപിക്കുന്നു. അവൻ കൊണ്ടിട്ട് അവനെ പന്നികളെ മേയ്ക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. പന്നികളെ മേയ്ക്കുന്ന ജോലി ചെയ്യുന്നു. പന്നികൾ കൊടുത്തുകൊണ്ട് തവിടെടുത്ത് ഇവൻ കഴിക്കുന്നു. പന്നി കുഴി കഴിയാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഈ അപ്പൻ അങ്ങോട്ട് ചെല്ലുന്നതായിട്ട് കാണുന്നില്ല. നേരെ മറിച്ച് ഇവൻ ഒരു നിമിഷം അവന് സുബോധമുണ്ടാകുക. സുബോധം എന്താണ്? അതായത് ഞാനീ പന്നിക്കൂട്ടി കിടക്കേണ്ട വ്യക്തിയല്ല, എൻ്റെ വീട് വേറൊന്നാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വീട്. കരുണയുള്ള ദൈവം ഇരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ ഒരിടത്ത് സ്വസ്ഥത കിട്ടത്തില്ല, സമാധാനം കിട്ടില്ല. എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഞാനും ഇവിടെ കിടന്ന് നരകിക്കുന്നു, മരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നിട്ട് പോവുകയാണ്. അപ്പോൾ അവന് അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ കരുണ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഓടുകയാണ് അങ്ങോട്ട്. അതുകൊണ്ട് അവൻ പറയുക, അവനവിടെ പോകുന്ന വഴിക്ക് ഒരു പ്രാർത്ഥന പോലെ ചൊല്ലിക്കൊണ്ടാ പോകുന്നു. പിതാവേ, സ്വർഗത്തിനെതിരെയും അങ്ങേക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് ഞാൻ വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. നിൻ്റെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ അവനറിയാം തെറ്റ് ചെയ്തു, ഇനിമേൽ തെറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഞാനത് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെയാണ് അവൻ പോകുന്നത്. നിറഞ്ഞ പശ്ചാത്താപത്തിൻ്റെ ഒരു ഹൃദയമുണ്ട് അവന്. അല്ലാണ്ട് അവന് തമ്പുരാനെ കബളിപ്പിക്കാൻ പോവുകയല്ല. അപ്പോൾ അവിടേക്ക് ഇന്ന് പല ആളുകളുണ്ട്, ഒന്ന് പോയി കുമ്പസാരിച്ചു, എനിക്ക് നാളെ പോലെ അത് തെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് അത് അനുതാപമില്ല, പശ്ചാത്താപമില്ല. ഹൃദയത്തിൽ അനുതാപമില്ലാത്തൊരു മനസ്സാന്തരം, അനുതാപമില്ലാത്ത അത് വെറും ഒരു പ്രകടനം മാത്രമാണ്. അവിടെ നമ്മൾ ദൈവകരുണയുടെ ഈ വർഷം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ദേവാലയങ്ങൾ കരുണയുടെ വാതിലൊടുക്കെ കയറി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശ്വാസപ്രമാണവും സ്വർഗസ്നായുധാവേ നന്മ നിറഞ്ഞൊക്കെ ചൊല്ലുമ്പോൾ പാപകടങ്ങളൊക്കെ മോചിക്കപ്പെടുന്നു നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു കലാപരിപാടിയായിട്ട് മാറരുത്. ഇതൊരു ആന്തരികമായ പരിവർത്തനമുണ്ടാകണം. പാപത്തോടും പാപ സാഹചര്യങ്ങളോടുമുള്ളൊരു മാറ്റം, അത് മാറണം. അത് മാറിക്കൊണ്ടുള്ള അനുതാപം. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ കരുണ അനുഭവിക്കാൻ പറ്റുക. അല്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അവിടെ അനുതാപമുണ്ട്, ഒരു മനോഭാവമുണ്ട്. മനോഭാവത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 5:23, നീ ബലിയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിനരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു നീ അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി അവനുമായിട്ട് രമ്യതപ്പെടുക. അതിനുശേഷം വന്ന് നീ ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, എങ്ങനെ ചോദിച്ചാലും എന്ത് കാണിച്ചാലും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ബൈബിളിൽ കരുണയുടെ വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് പോലെ നീതിയുടെ വാതിലും കൂടെ ഉണ്ട്. ആ രണ്ട് അതാണ് ഇവിടെ 10 കന്യകമാരുടെ ഉപമയിൽ പറയുന്നത്. നീതിയുടെ ഒരു വാതിലുണ്ട്. നീതി, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്നു. നന്മയാണ് ചെയ്തതെങ്കിൽ നന്മയുടെ പ്രതിഫലങ്ങൾ, തിന്മയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രതിഫലങ്ങൾ, അത് കൊടുക്കുന്ന നീതിവിധിയാളനായ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. നീതിയുടെ ഒരു വാതിലും കൂടിയുണ്ട്. 10 കന്യകമാരുടെ ഉപമയിൽ ആ നീതിയുടെ വാതിലാണ് വരുന്നത്. 5 കന്യകകൾ അവർ കയ്യിൽ എണ്ണയും കരുതിക്കൊണ്ട് അവർ മണവാളിനെ എതിരേൽക്കുമ്പോൾ 5 പേരിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് ഈ എണ്ണ? എന്താണ്? ബൈബിളിൽ എണ്ണയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്. അത് ഏറ്റവും വലിയ അർത്ഥം അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ടിരിക്കുക. പാത്രമുണ്ട്. നമ്മൾ ഒത്തിരി പേര് ക്രിസ്ത്യാനികളായിട്ടുണ്ട്, എല്ലാവരും ക്രിസ്ത്യാനികൾ. പക്ഷെ എണ്ണ സൂക്ഷിക്കുന്ന ആളുകൾ അത് വിവേകമുള്ളവർ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ, ആത്മാവിൻ്റെ നിറവിൻ്റെ എണ്ണ സൂക്ഷിക്കുന്ന ജീവിതങ്ങൾ, ആ എണ്ണ സൂക്ഷിക്കണം. എണ്ണ ചില കളഞ്ഞിട്ട് ഇരിക്കും, കമത്തി കളഞ്ഞിട്ട്. പാത്രമുണ്ട്, പേര് ക്രിസ്ത്യാനി എന്ന, ബാഹ്യമായതാ ക്രിസ്ത്യാനി എന്ന പേരുണ്ട്.
കത്തോലിക്ക എന്ന പേരുണ്ട്, പക്ഷേ അകത്ത് എണ്ണയുണ്ടാകണമെന്നില്ല. എണ്ണയുടെ ആവശ്യമില്ലെന്നേ. നമുക്ക് വഴിവിട്ട് നമുക്ക് പേരുണ്ടല്ലോ, പാത്രമുണ്ട് എന്നുള്ള പേരിൽ നമ്മളിങ്ങനെ നടക്കും. മദ്യപാനവും പുകവലിയും മയക്കുമരുന്നും മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും തിന്മ ചെയ്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം എണ്ണയില്ല. പക്ഷേ അഭിഷേകം കിട്ടിയവനോ അവന് എണ്ണയുണ്ട്. അതുകൊണ്ട് അവന് പരിശുദ്ധാത്മാവിനോട് സ്നേഹിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ജീവിക്കുക. പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന അവൻ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് ആ കൃപ കളയാതെ നിൽക്കുക. എണ്ണ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപകൾ. വിശുദ്ധി കളയുന്നില്ല, അത് സൂക്ഷിച്ചു വെക്കുക. അതാണ് നമുക്ക്, അത് വിശുദ്ധിയാണ്. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ആത്മീയ ജീവൻ നയിക്കുന്നവർക്കാണ് വിവേകം. അവർക്ക് വിവേകമുണ്ട്. അവർ മുന്നിൽ കാണും. വിവേകത്തിൻ്റെ പ്രത്യേകത എന്താ? മുന്നിൽ കണ്ടുകൊണ്ട് ഒരാൾ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് വിവേകം. വരാൻ പോകുന്ന കാര്യം മുന്നിൽ കണ്ടുകൊണ്ട്, വരാൻ പോകുന്ന നന്മയോ അനർത്ഥങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ കരുക്കൾ നീട്ടുന്നതാണ് വിവേകമെന്ന കാര്യത. അതാണ് മുൻകൂട്ടി കാര്യം ചെയ്യുക. പഴയ നിയമത്തിലെ ജോസഫ് ഫറവയോട് പറഞ്ഞതുപോലെ ഈ അടുത്ത 7 വർഷം നമുക്കുണ്ടാകുന്ന എല്ലാ നെൽമനകളും, നമ്മൾ നെൽകൃഷി നടത്തുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ അത് മുഴുവൻ എടുത്ത് സംഭരിച്ചു വെക്കുക. കാരണം വരാൻ പോകുന്ന ദാരിദ്ര്യത്തിൻ്റെ വരൾച്ചയുടെ കാലഘട്ടത്തിൽ നമുക്കത് സുരക്ഷിതത്വം നൽകും. അതാണ് വിവേകം, അതാണ് പരിശുദ്ധാത്മാവ്. അതായത് വിവേകം എന്ന് പറയുമ്പോൾ ഒരുവൻ തൻ്റെ ആത്മാവിൻ്റെ സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവൻ നടത്തുകയാണ്. അത്ഭുതകരമായ സംരക്ഷണം നടത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് വിവേകമുള്ളവരായിരിക്കണം. പാപത്തിൻ്റെ വഴികൾ, സുഖത്തിൻ്റെ പിന്നാലെ, ജഡിക പാപങ്ങളുടെ പിന്നാലെയൊക്കെ പരക്കം പായുമ്പോൾ നമുക്ക് വിവേകമൊന്നുമില്ല. ബുദ്ധി കാണും, വിവേകമില്ല. ഒരുപാട് ബുദ്ധിമാന്മാർക്ക് ആണ് വിവേകമില്ലാത്തത്. പലപ്പോഴും ബുദ്ധി കുറഞ്ഞവർക്ക് നല്ല വിവേകം ഉണ്ടാകും. ബുദ്ധി കൂടുതലുള്ള പലർക്കും വിവേകം കുറവുള്ള കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ. അതാണ് എഫേസ്യസ് 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വചനം. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ അവർ മുഴുകി. കാരണം അവർ എണ്ണ കരുതി വെക്കേണ്ട ആവശ്യമില്ല, കൃപ കരുതി വെക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ നാളുകളിൽ ആത്മീയ ശുശ്രൂഷകളൊക്കെ പോയി പങ്കെടുത്തോണം, പ്രാർത്ഥിച്ചോണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ എണ്ണ കിട്ടാൻ വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടാൻ വേണ്ടി, ദൈവിക ജ്ഞാനം കിട്ടാൻ വേണ്ടി, വിശുദ്ധം നിറയാൻ വേണ്ടി. കാരണം ഇതില്ലാതെ അക്കരെ കയറാം എന്നുള്ള നമ്മുടെ ചിന്ത നമ്മൾ മാറ്റിവെക്കുക. അതാണ് സ്വർഗീയ വിരുദ്ധനെക്കുറിച്ചുള്ള ബൈബിൾ വചനത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഒരുവൻ അതിനകത്ത് കയറി വിവാഹ വസ്ത്രമില്ലാതെ, അവനോർത്തു വിവാഹ വസ്ത്രമില്ലാതെ അകത്ത് കയറിയപ്പോൾ അവർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വിശുദ്ധി എന്ന വസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ സുഖിച്ച് ജീവിക്കേണ്ട കാലമാണ്. ഇപ്പോൾ ഈ ആത്മീയ ജീവിതത്തോട്ട് വന്നപ്പോൾ എൻ്റെ സുഖം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുകയില്ലേ എന്ന് കരുതുന്നവനോർത്തോണം, നിനക്ക് വിവേകമില്ല. വിവേകമുണ്ടെങ്കിൽ നീ പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ മുന്നിൽ കണ്ടുകൊണ്ട് നിൻ്റെ ആത്മീയ ജീവിതത്തെ സുരക്ഷിതമാക്കുക. വചനത്തിലും കൂദാശയിലും വിശുദ്ധിയിലും ജീവിക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുക, അടയാളം നടക്കുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധമാവുന്ന എണ്ണ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെട്ട് ഈശോയോട് സ്നേഹം വർദ്ധിക്കട്ടെ. ഈശോ ജീവിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, കാരുണ്യവാനാണ്. പക്ഷേ ആ കാരുണ്യം അനുഭവിക്കാൻ അനുതാപവും പാപബോധവും പശ്ചാത്താപവും നമുക്ക് വേണം. അല്ലാതെ നമ്മൾ അഹംഭാവം നിറഞ്ഞ മനസ്സോടെ എന്ത് കാണിച്ചാലും എന്നെ ഒന്നും ബാധിക്കില്ല എന്നുള്ള നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. അപ്പോൾ ഈ കരുണയുടെ കാലഘട്ടത്തിൽ, കരുണയുടെ ദിനങ്ങൾ നമ്മൾ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവകരുണയിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ അതിനെ വേറൊരു കണ്ടുകൊണ്ട് കാണരുതേ. അവിടെ നീതിവിധിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കരുണയുടെ വാതിൽ ദൈവം തുറക്കുന്നത്. നീതിവിധിയിൽ നിന്ന് നമ്മൾ തകർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കരുണയ്ക്ക് വേണ്ടി കരുണയിൽ ആശ്രയിക്കാൻ പറയുന്നത്. അതുകൊണ്ട് കരുണയിൽ ആശ്രയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നീതിവിധിയുടെ മുമ്പിൽ, അതായത് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കേണ്ടി വരും. അത് 100% ഉറപ്പ്. ഓരോരുത്തരും അവനവൻ്റെ ചെയ്തികൾക്ക് അനുസൃതമായ പ്രതിഫലം സ്വീകരിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ കരുണാദ്ര സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കാം. സകല കെട്ടുകളും ബന്ധങ്ങളും അടിക്കുന്ന കർത്താവിൻ്റെ കരം ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത്, കൃപയുടെ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ മേൽ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 34:18-19. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്,
മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ദൈവമേ, അസംഖ്യം സഹനങ്ങളും തകർച്ചകളും പീഡനങ്ങളും അനുഭവിക്കുന്ന കർത്താവ്, അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ അങ്ങയോടല്ലാതെ മറ്റവരോടാണ് ഞങ്ങൾ പറയുന്നത്. മനമുരുകി പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ബന്ധിക്കുന്ന യേശുനാമത്തിൽ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കുടുംബത്തിലുള്ള കെട്ടഴിയട്ടെ, സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ, പൈശാചിക ബന്ധനം അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് ഉപേക്ഷിക്കരുത്. കുടുംബങ്ങളിൽ സമാധാനം പറയട്ടെ, പരിശുദ്ധാത്മാവേ നിറയണം. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ തന്നെ ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിലേക്ക് കൃപയായിട്ട് ഇറങ്ങിച്ചെല്ലണം, സൗഖ്യമായിട്ട് കടന്നു. ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ, വിവാഹത്തെ ആശീർവദിക്കണം, അനുഗ്രഹിക്കണമേ. വിശുദ്ധരായ മാതാപിതാക്കളെ വിശുദ്ധിയിലേക്ക് എല്ലാ മാതാപിതാക്കളെ ഉയർത്തണമേ. വിശുദ്ധിയിലേക്ക് വരാനുള്ള, വിശ്വാസത്തിലേക്ക് വരാനുള്ള വരം എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും നൽകണമേ. എല്ലാ മക്കളും അദൃശ്യനായ അങ്ങയെ കണ്ട് അനുഭവിക്കാൻ ഇടപെടുത്തണമേ. തടസ്സം അടിയട്ടെ. ഈ മക്കളുടെ കുടുംബങ്ങൾ തകർക്കുന്ന സാത്താന്റെ അരുവികൾ കൽപ്പിക്കുന്നത് നെയിം ഓഫ് ദി ഫാദർ, സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട്. നാമത്തെ ബന്ധിച്ച് പുറത്താക്കുന്നു. കെട്ടഴിഞ്ഞു പോകട്ടെ, തടസ്സം അടിയട്ടെ. സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ, ചങ്ങലകൾ പൊട്ടി പോകട്ടെ. രോഗങ്ങളെ ബന്ധിക്കുന്ന നാമത്തിന്, സാത്താന്റെ ശക്തികളെ ബന്ധിക്കുന്നു, പാപശക്തികളെ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ ബന്ധിക്കുന്നു, അസ്വസ്ഥതകളെ ബന്ധിക്കുന്നു, എല്ലാം ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ, യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. കർത്താവിനെ ആരാധിക്കുക. ഈ സമയത്ത് വിഷയം കിട്ടുന്നു. ഒന്ന് ആരാധിക്കട്ടെ, നിൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. അനുഗ്രഹം വ്യാപരിക്കട്ടെ, എല്ലാ മക്കൾക്കും കിട്ടട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ശക്തി ശക്തി, പവർ പവർ പവർ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. കർത്താവേ, ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, അനുഗ്രഹങ്ങൾക്കുമേൽ അനുഗ്രഹം വ്യാപിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകം നിറയട്ടെ എല്ലാ മക്കളുടെ മേലും. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ലോകം മുഴുവന്റെ മേലും കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകത്തിന് മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഓടിക്കിടക്കുന്ന